ഒരു സഹോദരൻ എഴുതിയ ഒരു ചോദ്യമാണ്. ഞാൻ ദീനീ ചിട്ടയിൽ വളർന്നു, നമസ്കാരം, നോമ്പ്, മറ്റു ആരാധനാ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം ഒരു തെറ്റും നിരന്തരമായിട്ട് ചെയ്യുന്നു. പല പ്രാവശ്യം നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്, തൗബ ചെയ്തു. പക്ഷേ വീണ്ടും ആ തെറ്റ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, എനിക്ക് നിർത്താൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് അതൊന്ന് നിരന്തരമായിട്ട് എന്നേക്കുമായിട്ട് എനിക്ക് നിർത്താൻ സാധിക്കുന്നത്? ഇവിടെ തെറ്റെന്താന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇയാൾക്കത് നിർത്താൻ കഴിയും, കാരണം ആ തെറ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറ്റബോധം അയാളിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഭയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ തെറ്റ് ചെയ്യുമ്പോഴുള്ള ഇയാളുടെ ഈ ഒരു മനോവേദന ഉണ്ടല്ലോ, ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതെയാവും. അത് ഇല്ലാതായി കഴിയുമ്പോൾ എന്താകും, അയാൾ പൂർണ്ണമായും ജീവിതത്തിൻ്റെ എല്ലാ നന്മകളിൽ നിന്നും വിട്ട് എന്തു ചെയ്യും, ഈ തെറ്റിന് വേണ്ടി ജീവിക്കുന്ന ഒരു ആളായി മാറും. അപ്പോൾ മനസ്സിൻ്റെ 2-3 അവസ്ഥകളുണ്ട്. അതിലൊരവസ്ഥയാണ് എന്താ വെച്ചാൽ, നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സ്, ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിരന്തരമായി മനുഷ്യനെ തെറ്റിന് പ്രേരിപ്പിക്കും മനസ്സ്. നമ്മളൊക്കെ എല്ലാ മനുഷ്യൻ്റെയും പ്രകൃതിയാണത്. തെറ്റിന് മനുഷ്യൻ എന്ത് ചെയ്യും, പ്രചോദനം നൽകും. ഒരു ശരിക്കല്ല പ്രചോദനം നൽകുക, തെറ്റിനാണ്. അപ്പോൾ തെറ്റ് ചെയ്യിപ്പിക്കാനുള്ള പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അമ്മാറത്തും ബിസുവാണ്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, മനസ്സ് നമ്മളെ കുറ്റപ്പെടുത്തും. നീ എന്തിനാണ് ചെയ്തത്, നീ ഇങ്ങനത്തെ ഒരു മാന്യനല്ലേ, നീ ഇങ്ങനത്തെ ഒരാളല്ലേ, നീ ദീനൊക്കെ പഠിച്ച ആളല്ലേ, നമ്മളിങ്ങനെ പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരും. നമ്മൾ ആ തെറ്റിൽ നിന്ന് മടങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സ് നഫ്സും മുത്തുമയിൻ്റെയാവും, ശാന്തമാദ്യമാണ്. ഈ 3 ഘട്ടങ്ങൾ മനസ്സിനുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ സമയത്ത് അദ്ദേഹം എന്താണ്, ഈ തെറ്റിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥപ്പുണ്ട്. ഇത് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും, തെറ്റിലേക്ക് പൂർണ്ണമായിട്ട് പോകും. അപ്പോൾ ഇദ്ദേഹത്തിന് തെറ്റെന്താണോ ആ തെറ്റിനെ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ എന്താ ചിലപ്പോൾ ഒന്നിപ്പോൾ മദ്യമാണെന്ന് വിചാരിക്കാം, ലഹരിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ലഹരി എന്താണ്, അയാൾ ഒരിക്കൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ആ ലഹരിയിലേക്ക് എത്തുന്നത്. മനസ്സിലായി? നമുക്ക് ആർക്കും ലഹരി ഉപയോഗിക്കണം തോന്നണില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ലഹരി ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ലഹരി അനുഭവിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു അനുഭവിച്ചതിൻ്റെ സ്വാദും ആസ്വാദനങ്ങളിൽ നിന്നും അയാൾ എന്ത് ചെയ്യണം, നീണ്ടൊരു കാലഘട്ടത്തിൽ മാറി നിൽക്കുമ്പോൾ മാത്രമേ ആ അഡിക്ഷൻ പോവുള്ളൂ. അപ്പോഴേ അയാൾക്ക് ഇത് പൂർണ്ണമായും വരാൻ പറ്റും. ഇനിയിപ്പോൾ സെക്സാന്ന് വിചാരിച്ചു, പോൺ സൈറ്റ് കാണാൻ, അങ്ങനത്തെ അതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് നമുക്ക് കിട്ടാനുള്ള ഒരു പ്രോപ്പറായ നല്ല വഴി കാണണം. അതാണ് വിവാഹം. വിവാഹത്തിലൂടെ പോൺ സൈറ്റിൽ കാണുന്നത് ഭാര്യയിലൂടെ കണ്ട് ആ മനസ്സിൻ്റെ എല്ലാ ദാഹങ്ങളും അനുവദനീയമായി തീർക്കുമ്പോൾ പിന്നെ നമുക്ക് അനുവദനീയമല്ലാത്തത് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് തെറ്റിലേക്ക് പോകുന്നത്, ആ കാരണം കണ്ടെത്തി ചികിത്സിക്കുക. തെറ്റിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന പിശാചിൽ നിന്ന് അള്ളാഹുവോട് ആത്മാർത്ഥമായി രക്ഷ തേടുക. നമ്മളെ മനസ്സെപ്പോഴും ഈമാനിൽ നിലനിൽക്കാൻ വേണ്ടി ഈമാൻ ബൂസ്റ്റ് ചെയ്യണ നല്ല ഉത്ബോധനങ്ങളും സംസാരങ്ങളും ക്ലാസ്സുകളും ഒക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹുവോട് ആത്മാർത്ഥമായി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന, എനിക്ക് സന്മാർഗ്ഗം തരണം, സൂക്ഷ്മ തരണം എന്നൊക്കെ അള്ളാഹുവോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ മനസ്സ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മാറാൻ പരിശ്രമിച്ചാൽ സാധിക്കും. അള്ളാഹു സഹായിക്കും.